ലക്ഷ്മിയാ, ഞാൻ ലക്ഷ്മിയാ. പേരിന് മാത്രമുള്ള ലക്ഷ്മി കണക്കന്നെ. ലക്ഷ്മി ചായ ഇല്ലടി മോളെ? ചായ 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 വല്ലതും വെക്കാനുണ്ടോ ഇവിടെ സാധനങ്ങള്? നിങ്ങൾക്ക് ഒരു പണിക്ക് പോക്കൂടെ? ഞാനിപ്പോ ഈ ഇടിമഴയത്ത് എന്തിട്ട് പണിക്ക് പോവാനാണ്? ഒന്നുമില്ല ഇവിടെ, എല്ലാം തീർന്നു. എന്ത് ചെയ്യാ നമ്മള്? പട്ടിണി കിടക്കണ? നീ എന്തിട്ടെങ്കിലും ചെയ്ത് കുറച്ച് ചായകൾ ഉണ്ടാക്കടി. എനിക്ക് വയ്യ ഇവിടെ മഴ ഇടിയത്തും പണിക്ക് പോവാൻ. ചായ ചായ ചായ. നീ പോയി നോക്കി അടുക്കളയില് വല്ലതും ഉണ്ടോന്ന്. ചായപ്പൊടി പഞ്ചസാര ഇവിടെ ഇല്ലാത്തുള്ളൂ. മേക്കപ്പിനും മേല് വെച്ച് തേക്കാനുള്ളൊന്നൊരു കുറവില്ല ഇവിടെ. എവിടേക്ക് നീ പോണേ? കൂട്ടുകാരനാണ് വരാം. അതിന് വല്ലതും ഒഴിക്കണം. അത് സോളാറല്ല. നിന്റെ ഈ കൂട്ടുകാരെ കാണാൻ പോണ്ട പോക്കില്ല. അത് നിർത്തിക്ക് നീ. ഇതെന്നാ പോലെ നിനക്ക് വല്ല പണിക്ക് പൊക്കൂറാ എന്താ സുന്ദര? എനിക്കതുപോലെ എന്താ അടുത്ത് വെച്ചോടോ? ഞാൻ വല്ല പണിക്ക് പോകണ്ട. ഈ ഇടിയും മഴത്തിൽ ചേട്ടൻ എന്തിട്ട് ചെയ്യാനാണ്ടാ പോയിട്ട് വല്ല ഉണ്ടോ അതിന്റെ ചേട്ടന് തരാൻ? എനിക്ക് വല്ല പണിക്കും പൊക്കൂടാ. 3-4 ആഴ്ചയിലോടെ ഇരിക്കുന്നത്. എനിക്കിപ്പോ ചായ വരും, ഞാൻ പണിക്ക് പോയാലും പോയില്ലെങ്കിലും. നീ വേണേ ചായ കുടിച്ചിട്ട് പൊക്കറേക്ക. തന്റെ ചായ എനിക്ക് വേണ്ട. ഇതല്ല സോക്കേസിലുണ്ടാക്കി. ചായ ഒന്നുമില്ല. നിന്നോട് ആരാടി പച്ചവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ്? ചായ ഇട്ടോണ്ട് പറഞ്ഞതല്ലേ ചായപ്പൊടി തീർന്നു. ഒരു മാസം മുന്നല്ലടി നിനക്ക് ഞാൻ 100 ചായപ്പൊടി മേടിച്ചു വന്നത്. ഇത്ര പെട്ടെന്ന് തീർന്നത്? ഒരു മാസം മുന്നാണ് നിങ്ങൾ പണിക്ക് പോയത്. പിന്നെ തീരില്ലേ? അത് കുടി. അവനോട് നല്ല മധുരം ഉണ്ടല്ലോടാ. ചായപ്പൊടി ഇല്ലാന്നുള്ള കാട്ടിയത് എന്നാ കുടിച്ചോ. ചായപ്പൊടി ഇല്ലാന്നുള്ള മധുരം ഉണ്ടാ. കുടിച്ചോ നീ? കുടിക്കടാ. അവന് വേണ്ടാന്ന്. ഞാൻ കുടിക്കാന്ന. കുടിച്ചോ. ചായപ്പൊടി ഒക്കെ വാങ്ങ കൊണ്ട് പോയത് അവിടുന്ന്. അവളൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടിരുന്നേക്കാ. ഇവിടെ പോയതേ എടുത്തിട്ട് അവള്. ഈ നശിച്ച മഴ കാരണം മനുഷ്യന് പണിക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അടുത്ത് ആ പണിക്ക് നിങ്ങൾ പോയിട്ട്. ആ നീ ഇവിടെ എടുക്കണ്ട. നശിച്ചൊരു മഴ. എന്താ എന്ത് ജന്മണ്ട നീയൊക്കെ? എന്താ വണ്ടികളൊക്കെ ഇവിടെ? അമ്മയുടെ പണി നടക്കണ്ടാ. എന്തുട്ടത് സുന്ദര 2 ക്ലാസ് എടുത്തോടാ. ഇങ്ങോട്ട് വാട. നീ വേണം വെള്ളം എടുത്തോടാ. പെണ്ണ് വെളിച്ചെണ്ണ വാങ്ങാൻ തന്നാടാ. എന്റെ ഒരു അമ്പലം ആ ക്ലാസ് അവിടെ കൊണ്ടുവച്ചേ. ഈ ക്ലാസ് അവിടെ കൊണ്ടുവച്ചേ. ഇത് വെളിച്ചെണ്ണ മേടിക്കാൻ കൊണ്ടുവന്നുള്ള എന്തുട്ടണ്ടത്? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞോറത്. എന്തുണ്ട് ഇങ്ങോട്ട് പോന്ന്? അത് ചോദിക്കട്ടെ. എന്റെ അല്ല ഇടിയും വെട്ടും മഴയത്ത് ഞാൻ 50 രൂപ നിനക്ക് തരാൻ പോവാ? പെണ്ണ് എനിക്കിവിടെ പൊറുതിയാലാണ് ഞാൻ വന്നിരിക്കുക. വെളിച്ചെണ്ണ വാങ്ങാൻ കൊണ്ട് വിട്ടതാ. അവന്റെ വക കേക്കാലോ. അവന്റെ കേട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കണേ. അതിനല്ല നിനക്ക് 50 രൂപ. നിങ്ങള് കാലത്ത് തന്നെ പണിക്ക് വേണ്ടി ഇവിടെ ഇത് വെള്ളടിക്കാനുള്ള പരിപാടിയാ? ഈ വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല കേട്ടാ. അതിനിപ്പം വെള്ളം അടിക്കാൻ വന്നല്ലേ. അവൻ വെളിച്ചെണ്ണ മേടിക്കാൻ വന്നാ. ഒരു 50 രൂപ നീ അവന് കൊടുക്കോ? ഒരു 50 രൂപ ഇരിക്കുന്ന എന്നാ. പിന്നെ 50 ഉലുവ. പിന്നെ വെളിച്ചെണ്ണ. കണ്ടില്ലേ ഓരോന്ന് ഇവിടെ കിടക്കുന്നത്? അടിക്കാൻ വല്ല വകുപ്പുണ്ടോ? അന്ന് മീൻ വാങ്ങിക്കൊണ്ടിട്ട് പച്ചമൻ ചുട്ടത്തിനോടെ കരിയാടപ്പ. അവനോടാ എന്നെ അങ്ങോട്ട് 2 മാസം മുന്നേ കിടപ്പലേതവൻ. ഒരു പണിക്കും പോകാണ്ട് കിടക്കണ്ട അവിടെ.
പെണ്ണിൻ്റെ ഒരു അമ്പരപ്പ് കയറ്റിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. ഇന്ന് പണിക്ക് പോവാന്ന് വെച്ചതാ, അപ്പോഴാണ് ഇടിയും മഴയും. എന്തിട്ട് മഴ വെയിൽ കണ്ടില്ലേ നിങ്ങള്? ഏ പണിക്ക് പോലും നേരം കാലൊക്കെ ഉണ്ട്. ഇപ്പൊ സമയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല. അതന്നെ നീ ആത്തിക്ക് പോയേ? എങ്ങോട്ടാ? ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ട് പറയാടാ ട്ടാ. പോരാ ഇപ്പൊ വരാ. ലക്ഷ്മിയ, ഞാനേ അതേ ഞാൻ ആ പിള്ളേര് വിളിക്കണോടേക്ക് ഒന്ന് പോയിട്ട് വരാം. എന്താ സംഭവം എന്നറിയില്ല. ഇപ്പൊ വരാട്ടാ. നിങ്ങൾ മാത്രം കറങ്ങല്ല, എന്നെ ഒന്നും കൊണ്ടുപോകില്ല. അയ്യോടി, നാളെ തൊട്ട് ചേട്ടന് സ്ഥിരമായിട്ട് പണിയാ ട്ടാ. അപ്പൊ നിനക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു കള്ളി. എനിക്ക് ഡ്രസ് ഒന്നുമില്ല. നിനക്ക് ഡ്രസ് വാങ്ങിച്ചു തരാം, സിനിമയ്ക്ക് കൊണ്ടുപോവാം. ഒന്നുമില്ല എനിക്ക്. ഓക്കെ, പോയിട്ട് വരട്ടെ. എന്നാ ഇത് നിനക്ക് പോരാം. ഓ, അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകണ്ടപ്പോ മനുഷ്യന്റെ കുണ്ടി പാതാളായിട്ട് കിടക്കുള്ളപ്പോ അത് ഇതാ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കടാ. ചെതല് പിടിക്കൂടാ. എന്തുട്ടാ? അതെ, ഇപ്പൊ നിങ്ങളോടൊക്കെ പെരുമാറുമ്പോഴേ സൗമ്യമായിട്ട് പെരുമാറി. അവരടയ്ക്ക് ബീച്ചിൽ കൊണ്ടുപോവാ, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക, സിനിമയ്ക്ക് കൊണ്ടുപോവാ, നല്ല ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുക. നീ പുറത്ത് പെണ്ണുങ്ങളൊക്കെ പോകണത് നല്ലോണം തുടിച്ചോക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നെഞ്ച് പൊട്ടി പോയിട്ടുണ്ട് ഓട്ടം കണ്ടിട്ട്. ഞാൻ തന്നെ നോക്ക്, ഈ കീറിയ ട്രൗസർ ഇട്ടാ നടക്കണത്. എന്നിട്ടാണ് ഇപ്പൊ അവൾക്ക് സിനിമയും സാരി. പ്രാന്തണ്ടാ. ഇതിനൊക്കെ എന്ത് വേണമെന്ന് അറിയോ? നീ ഒന്ന് പറഞ്ഞു തന്നത്. നേരം എടുക്കുമ്പോ ഡെയിലി പണിക്ക് പോവാ. ദൈവത്തെ വിചാരിച്ചിരിക്കുക, അപ്പൊ പണിക്ക് പോകാൻ തോന്നുന്നു. നീ തന്നെ എന്നോട് പറയണട്ടാ. ഒരു 100 വെളിച്ചെണ്ണയ്ക്ക് നീ തരണ്ട എൻ്റെ കുടുംബത്തേക്ക് വന്നില്ല. ആ നീയാണ് എന്നോട് പണിക്ക് പോകാൻ പറഞ്ഞത്. പണിയില്ലാത്തതിന്റെ വിഷമം എനിക്ക് നന്നായി അറിയുന്നുണ്ട്. ഒന്ന് പോയാറാവുന്നു, ഒന്ന് പോയാറാവുന്നു. അവൻ വന്നിരിക്കണ. അവൻ ഉച്ചക്ക് കഴിക്കാപ്പ എന്താ ചെയ്യാ? ആരെ നിങ്ങള് ഇറക്കല്ലേ? കിടക്കണ കിടപ്പ് കണ്ടില്ല അവൻ തോണ്ടിരിക്കുന്നു. ഇന്നക്കിളി ഞാൻ കൊണ്ടുവന്നുണ്ട് ഇറന്നിട്ട്. ഇന്ന് ഞാൻ നിനക്ക് ചോറണം തന്നിട്ടുണ്ട്. നാളേക്ക് നീ നോക്കിക്കോട്ടാ. അപ്പൊ നാളെ പണിക്കോളൂ മോനെ. ഇറന്ന് തിന്നടാ, നാളെ തമ്പുരാൻ തരും. ബിരിയാണി ആണെങ്കിൽ ഇറന്ന് തിന്നെ തുറന്ന് തിന്നാൻ പറ്റിയ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. ഞാനാ കടവര ഒരു ബീഡി മേടിക്കാൻ പോടാ. നിന്റെ വില ചില്ലറുണ്ടോ തന്നെ? പെണ്ണ് പറയണ്ടാ, അനിയനൊരു പെണ്ണ് കെട്ടിച്ചാലോ. എന്നാലും അവനൊരു ഉത്തരവാദിത്തം വരാമെന്ന് പറയുന്നു. ജോലിക്ക് പോയാൽ പിന്നെ എനിക്ക് സുഖമുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ കാശും കിട്ടും. അല്ലടാ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തല്ലോ. സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന വെച്ചാൽ കയ്യിൽ പൈസ വേണ്ടേ? എൻ്റെ കയ്യിലൊന്നും കേട്ടാ. അനിയനെ പഠിപ്പിച്ച് ഒരു ഇതാക്കിയതാ. 10ാം ക്ലാസ് കയറിയില്ല അവൻ. അവസാനം മാഷുമാര് ചോദിച്ചു, ഇതമാര് മീശ വളരാൻ ഞങ്ങൾ എന്തിട്ടും മരുന്നാട്ടാ ചെയ്യുന്നത്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഇതറിയാനാ നീ വന്ന്? അതെ, അതാണ് ഇപ്പൊ വന്നേ. നീ എവിടേക്ക് ഇറങ്ങിയാടാ? ഞാൻ ചുമ്മാ നടക്കാറിങ്ങിയതാ. എന്താ പറഞ്ഞാൽ വിചാരിച്ചു വീട്ടിലിരിക്കാ. അപ്പൊ എന്നാ നീ വിട്ടടാ. അപ്പൊ ശരിട്ടാ. അപ്പൊ ഓക്കെ. 5 പൈസയിലാണ്ട് ഓരോരുത്തരും ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്തൊരു കട്ടം. നീ എന്തൊന്നും വേണ്ടാത്ത നമ്മളിങ്ങനെ എന്തായി നിൽക്കുന്ന ആൾക്കാരല്ല. എന്തായാലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തലയൊന്ന് തിരിഞ്ഞു കൊടുക്കുന്നുണ്ട്.
തനിക്ക് തലക്കല്ല അസുഖമില്ലേ? ഇന്നും പണിക്ക് പോയിട്ടില്ലടോ? അറിയില്ല. ചായ ചോദിച്ചെന്തായാലും കിട്ടില്ല. വെള്ളം ചോദിച്ചോക്കാം. എടേ ലക്ഷ്മിയെ, കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നാടി. നീ വല്ല പാഷൻ പരിപാടിന് പോണ്ട? എവിടുന്ന് നിനക്ക് നിനക്ക് പൈസ ഈ ഡ്രസ് എടുക്കാൻ? അതെ, ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്തതാ. അത് ശരി. ഇത് ഞാൻ തന്നെ അടയ്ക്കണ്ടേ? നിങ്ങളെങ്ങനെയാ അടയ്ക്കുന്നത്? നിങ്ങൾ വല്ല പണിക്ക് പോകണ്ട. വെള്ളം പിന്നെ നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടൂട്ടാ. എവിടേക്ക്? പണിക്ക? പണിക്കല്ല, നാളെ അടവാര വരുന്ന ദിവസാ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആകെ പ്രശ്നങ്ങളാ. അയാൾ വരുമ്പോൾ നിങ്ങളിവിടെ ഒളിച്ചു നിൽക്കാറല്ലേ പതിവ്? അത് ശരിയാ. ചിലപ്പോൾ അയാൾ നാളെ വീട്ടിൽ കയറി തപ്പും. എൻ്റെ പേരടി ചിലപ്പോൾ തിരിയും. അപ്പം ഞാനെന്താ അയാളോട് പറയേണ്ടത്? നീ സാധാരണ പറഞ്ഞ മാതിരി അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്ത്? നാളെ തരാന്ന്. എന്നിട്ട് നാളെ കൊടുക്കോ? നമ്മളങ്ങനെ പറഞ്ഞാലും സാധാരണ കൊടുക്കാറുണ്ടേ. ഇല്ല. അത് തന്നെ ഇവിടെ. ചേട്ടാ, എന്താ ഞാൻ ഉറങ്ങാണെങ്കിലും നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടുട്ടാ. എന്തായാലും നാളെ നേരം വിളക്കുമ്പോൾ ഞാനിവിടുന്ന് പോവും. എനിക്കുണ്ടല്ലോ ഒരു പരിപാടി. ചേട്ടാ, ചേച്ചി ഇപ്പം എവിടെയാ? ഇരിക്കുന്നാരണ്ടാ? ചേച്ചിയെ ഞാൻ ചെയ്ത് മതാപിരിക്കാന്ന് വിചാരിച്ചാലോ? എന്തായാലും സൂപ്പറായിട്ട് കേട്ടാ. കണ്ണി കണ്ട സാധനങ്ങൾ പറ്റിയിട്ട് ഈ ഒന്നാന്തരം മുഖം നീ വെറുതെ പൊള്ളിക്കണ്ട. ഇപ്പം തന്നെ നീ ഒരു പരുവത്തിലായിണ്ട്. പിന്നെ നീ കല്യാണത്തിനാ പോണ്? ഉദ്ഘാടനത്തിനാ പോണ്? ഞാൻ കല്യാണത്തിന് പോണം. ഒന്ന് കൊണ്ടാക്കിയോ? നീ ഒരുങ്ങ്, ഞാൻ കൊണ്ടാക്കി തരാം. പെട്ടെന്നാകും. പിന്നെ ബിരിയാണി സൂപ്പറായിരുന്നു അല്ലേ? എന്ത് രസമായിരുന്നല്ലേ? ഞാൻ ഇതുവരെ കഴിച്ചില്ല ഇത്രയും ബിരിയാണി. മറ്റവിടെ കിടക്കുന്നുണ്ടാവും. ഞങ്ങളെ നീറ്റും കൂടിയൊക്കെ കഴിഞ്ഞു. സമയം വൈകുന്നേരമായി. എനിക്ക് തലക്കെല്ലാം അസുഖം. എവിടെയെങ്കിലും പോയി തെണ്ടിത്തിരുന്നിട്ട് ചിന്തങ്ങോട്ട് വായോ പടി. നാട്ടുകാരെ കല്യാണ കാരണം തൻ്റെ വയറ് നടന്നല്ലേ? പച്ചാള പൊടിച്ച് നമ്മളെ വയറാക്കേണ്ടി വരും. നമ്മള് പട്ടിണി. എന്നിട്ട് മനുഷ്യൻ നിങ്ങൾ ആലോചിച്ചെടുക്കുന്നത്? ഞാൻ നമ്മുടെ ആദിരാത്രിനെ കുറിച്ചൊന്നും ആലോചിച്ചാടി. കുരുത്തല്ലാത്ത ചക്ക അപ്പുറത്ത് കിടക്കണ്ടട്ടാ. അതല്ലടി, അന്ന് ഞാൻ ബിരിയാണി കഴിച്ചില്ലേ, അതെൻ്റെ വയറിന് പെച്ചക്കായിട്ട് ആശുപത്രി പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കിടക്കുക. ഇതാണോ ഈ നേരത്തെ ഇത്ര ആലോചിച്ച് കിടക്കണത്? നാളെ എനിക്ക് നേരത്തെ എനിക്ക് പോവാളാണ്. നാളെ അടവാരം വരുന്ന ദിവസമാണ്. നീ ഒന്നും കുണപ്പിക്കാണ്ട് പോയി കിടന്നുറങ്ങി അവിടെ. അതേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നാളെ എൻ്റെ അമ്മാവൻ വരുന്നുണ്ട്. അയാളിങ്ങോട്ട് കെട്ടിയെടുത്ത നാളെ എന്തിനത്? ഇനി അയാൾക്കുള്ള തീറ്റി കൂടി ഞാൻ ഉണ്ടാക്കേണ്ടി വരുമോ ദൈവമേ?